Hello, hi, and welcome to episode 2 of NEET Talk series. കഴിഞ്ഞ നീറ്റ് ടോക്ക് സീരീസിന്റെ എപ്പിസോഡിൽ നമ്മൾ ബയോളജിയാണ് ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി ബയോളജി പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ആ വീഡിയോ പോയി കാണാം. ഇൻ ദിസ് വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് സബ്ജക്ട് ഞാനൊരു പോളാക്കി ഇട്ടപ്പോൾ ഏറ്റവും റിക്വസ്റ്റ് ഇട്ട സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫിസിക്സിനായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറേ അധികം സംസാരിക്കാനുണ്ട്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ +2 കൂടെ എഴുതിയ അറ്റംപ്റ്റിൽ എനിക്ക് 65 മാർക്സ് മാത്രം ഫിസിക്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 180 നീറ്റിൻ്റെ ആ 180 എന്നുള്ള സ്കോറിൽ 65 മാർക്ക് എനിക്ക് കിട്ടിയത്. പക്ഷെ അതും കഴിഞ്ഞ് റിപ്പീറ്റിങ് കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റിൻ്റെ സമയത്ത് എനിക്ക് 170 മാർക്സാണ് ഞാൻ സ്കോർ ചെയ്തിട്ടുള്ളത്. മീൻസ് അതിൽ 2 ക്വസ്റ്റ്യൻ എനിക്ക് ഇൻകറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 180 മാർക്കിൽ 2 ക്വസ്റ്റ്യൻസാണ് എനിക്ക് ഇൻകറക്റ്റ് വന്നത്. അപ്പം അത്രത്തോളം ഞാൻ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ആദ്യം പറയാം, എനിക്ക് +2 ഞാൻ മാത്തമാറ്റിക്സ് പറഞ്ഞ സബ്ജക്റ്റ് എടുത്തിട്ടില്ല. സോ അവിടുത്തെ കാൽക്കുലേഷൻ, ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അങ്ങനത്തെ ആയിട്ടൊരു എനിക്കൊരു ബന്ധം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ +2 മാത്സ് കൂടി എടുക്കാതെയാണ് ഞാൻ ഫിസിക്സ് നീറ്റിന് എഴുതാൻ പോയത്. എല്ലാവരും എന്നോട് പറഞ്ഞത് +2 മാത്സ് എടുക്കാതെ നിനക്ക് ഒരിക്കലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഫിസിക്സ് നിനക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു കുറവ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൂടുതൽ പ്രാക്ടീസ് ടൈം കൊടുത്തു. ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ആ എഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നുള്ള ആ ബേസിക് മാത്തമാറ്റിക്സ് ഒക്കെ ഒന്നുകൂടി കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ആ നീറ്റിൻ്റെ സമയത്ത് എനിക്ക് 170 സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫിസിക്സിൽ മീൻസ് മാക്സിമം മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംഭവമായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ 3 ഫേസ് ആയിട്ടാണ്. മീൻസ് നമ്മൾ പഠിക്കുന്ന ടൈമിൽ, ഫിസിക്സ് പഠിക്കുന്ന ടൈമിൽ 3 ഫേസ് ആയിട്ടാണ് നമ്മൾ ഫിസിക്സ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീഡിങ്, നമ്മൾ ആ ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുമ്പോഴുള്ളൊരു ഫേസ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം അങ്ങനത്തെ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴുള്ളത്. മൂന്നാമത്തേത് നമ്മൾ മൊഡ്യൂൾ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഫൈനൽ മോക്ക് ടെസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. 3 ഫേസ് ആയിട്ടാണ് നമ്മൾ ഫിസിക്സ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈ ഫസ്റ്റ് ഫേസിൽ എന്തൊക്കെ ചെയ്യേണ്ടത്, സെക്കൻഡ് ഫേസിൽ എന്തൊക്കെ ചെയ്യേണ്ടത്, തേർഡ് ഫേസിൽ എന്തൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഫേസിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഫേസിൽ ഫസ്റ്റ് റീഡിംഗ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് ലാസ്റ്റ് ഫേസിലേക്ക് മാറ്റി വെക്കുക എന്നാണ് പറയാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ക്ലാസ് കേൾക്കുകയാണ്, നിങ്ങൾ ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ലെക്ചർ നിങ്ങൾ കേൾക്കുകയാണ്, നിങ്ങളെ സർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമെങ്കിൽ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ് എഴുതിയെടുക്കണം എന്ന് പറയാം. അത് ഷോർട്ട് നോട്ട്സ് അല്ല കേട്ടോ, നോട്ട് ബുക്ക് വേറെ തന്നെ ഉണ്ടാക്കണം, എഴുതി വെക്കുക നോട്ട്സ് ഇട്ടോ. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾ കേട്ടു, അതിൻ്റെ നോട്ട്സ് നിങ്ങൾ എഴുതി വെച്ചു. ഈ സാധനം നിങ്ങൾ വീണ്ടും പോയി റിവൈസ് ചെയ്യുക. നിങ്ങൾ ക്ലാസ് ഓൾറെഡി കേട്ടു, ഇനിയിപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അരമണിക്കൂർ ആവശ്യമുള്ളൂ. ഈ അരമണിക്കൂർ ആവശ്യം വരുന്ന ടൈമിൽ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാവാത്ത പോയിന്റ്സ്, ഇതൊക്കെ എഴുതി വെക്കുക. ഒരു ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ വേറെ തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. അതിന് ഫസ്റ്റ് കാണിച്ചാൽ ഇതാണ് എൻ്റെ ഷോർട്ട് നോട്ട്സ്, സ്പൈറൽ നോട്ട്ബുക്ക്. ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഓരോ ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഷോർട്ട് നോട്ട് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ കെമിസ്ട്രി എഴുതിയതാണ്, അതിൽ ഫിസിക്സ് എഴുതിയതാണ്. ഇതൊക്കെ ഫിസിക്സ് ചെയ്തത് കാണിച്ചത്. ഇതൊക്കെയാണ് ഫിസിക്സ് ചെയ്തത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്റർ ഉണ്ട്, പിന്നെ മോഷൻ ഇൻ എ പ്ലെയിൻ, അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ബുക്കിലാണ് ഞാൻ ഷോർട്ട് നോട്ട് എഴുതി തുടങ്ങിയത്. ഫസ്റ്റ് മുതലേ മീൻസ് ഞാൻ പിന്നെ ജോയിൻ ചെയ്തത് മുതലേ ഫസ്റ്റ് ഞാൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് റീഡിങ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ക്ലാസ് നടക്കുമ്പോൾ തന്നെ ഞാൻ ആ ഷോർട്ട് നോട്ട്സ് മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ ചെയ്യേണ്ട കാര്യമാണ്. ക്ലാസ് കേൾക്കുക, ക്ലാസ്സിന് നോട്ട്സ് എഴുതുക. ആ നോട്ട്സിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ഇക്വേഷൻസ് മാറ്റി എഴുതുക. ഇപ്പം ഞാനൊരു ബിഗിനർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ അത്യാവശ്യം പഠിച്ച് മാർക്കുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ് വീഡിയോ. ഞാൻ പറയുന്നത് ഫിസിക്സിൽ എങ്ങനെ സ്കോർ ചെയ്യാം, തീരെ മാർക്കില്ലാത്ത ഒരാൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ചില പ്രോബ്ലംസ് ഒന്നും ഭയങ്കര സ്പീഡിലായിരിക്കും ചെയ്ത് പോകുന്നുണ്ടാവുക ടീച്ചേഴ്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ടേക്സ് ടൈം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു പ്രോ ടിപ്പ് പോലെ പറയാനുള്ള, ടീച്ചേഴ്സ് ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുമ്പം അവരെ കൂടെ തന്നെ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷെ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ അവരെ കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാകുമ്പോൾ നമ്മുടെ സ്പീഡ് അവരോടായിട്ട് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോൾ അവരെക്കാളും സ്പീഡിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കും. ഞാൻ ശ്രമിച്ചത് അതാണ്. ഫസ്റ്റ് ടൈം ഒക്കെ എനിക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് മനസ്സിലാവില്ല അടുത്ത ഇക്വേഷൻ എന്താ വരാൻ പോകുന്നത്, എന്തൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അവരെ കൂടെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ സ്പീഡിൻ്റെ അടുത്ത് എത്തും. അവരുടെ സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡിൽ നമ്മൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക, ഒരു ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നാണ്. MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു ചാപ്റ്ററിന് മിനിമം 50 ക്വസ്റ്റ്യൻസ് എന്നാണ് പറയാം. പക്ഷെ ആ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം നിങ്ങൾ വായിക്കുന്ന ടൈമിൽ 50 ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുന്ന വരെ.
ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുക്കുക, അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് കൂടെ തന്നെ ഒരു OMR ഷീറ്റോ അല്ലെങ്കിൽ വെറും ഒരു ന്യൂസ് പ്രിന്റ് എടുക്കുക, ഓരോ നമ്പർ ഇടുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് എഴുതിയെടുക്കുക. അങ്ങനെ വേണം ചെയ്യാൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സോൾവ് ചെയ്യലല്ല പരിപാടി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ യൂസ് ചെയ്യാനേ പറ്റില്ല. ഇപ്പം നമ്മൾ OMR ഷീറ്റിലാണ് പബ്ലിക് എക്സാം, അപ്പോൾ അതുപോലത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഫേസിൽ ചെയ്യേണ്ട കാര്യം. ഒരു 50 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങളൊരു ചാപ്റ്ററിൽ നിന്ന് ചെയ്ത് തീർക്കണം. അത് നിങ്ങളൊരു ബേസ് എന്ന നിലയ്ക്ക് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫേസ്. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീക്ക്ലി എക്സാംസ്, മന്ത്ലി എക്സാംസ്, ഇങ്ങനത്തെ എക്സാംസ് വരുന്ന ടൈമിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫേസാണ്. നിങ്ങൾ ഓൾറെഡി ആ ക്ലാസ് കേട്ടു, അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട നോട്ട്സ് റെഫർ ചെയ്യാൻ വേണ്ടത്. നോട്ട്സ് റെഫർ ചെയ്യാൻ ഫിസിക്സിലെ നോട്ട്സ് ചിലപ്പോൾ കുഞ്ഞു സെന്റൻസ് ആയിരിക്കാം, ഡെഫിനിഷൻസ് ആയിരിക്കാം, അതിൽ ഓർഗനൈസേഷൻ റീസണിനെ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ ഉള്ളത് അതിൽ ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയ നോട്ട്സ് നിങ്ങൾ റെഫർ ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾ എഴുതിയ ഷോർട്ട് നോട്ട്സ് ഡെയിലി റെഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരു വീക്ക്ലി എക്സാം നടക്കാൻ പോവുകയാണ് ഈ വീക്കെൻഡിൽ എന്ന് വെച്ചാൽ ആ വീക്കിൽ മൊത്തം ആ വീക്ക്ലി എക്സാമിനുള്ള ചാപ്റ്റർ ഏതൊക്കെയാണോ അതൊക്കെ എടുത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ എടുക്കുള്ളൂ. രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് മറിച്ച് നോക്കിയാൽ തന്നെ മതി. എഴുതി പഠിക്കേണ്ടവർക്ക് എഴുതി പഠിക്കാം. ടു ബി ഓണസ്റ്റ് ഞാൻ എഴുതിയൊക്കെ പഠിച്ചത്, കാരണം എനിക്ക് എഴുതിയാലാണ് കുറച്ചും കൂടെ മനസ്സിൽ നിൽക്കുക. അപ്പോൾ ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ട് കുറേ ഇക്വേഷൻസ് ഒക്കെ. നമുക്ക് അവിടെ എക്സാമിന് എത്തിക്കഴിഞ്ഞാൽ ഡിറൈവ് ചെയ്തെടുക്കാനുള്ള സമയമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു ഇക്വേഷൻസ് എപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ ഒരു ഇക്വേഷനും കൂടി ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കാം നമ്മൾ ആ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ റിവിഷൻ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും. നെഗറ്റീവ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ആ നെഗറ്റീവ്സ് കുറച്ചുകൂടെ കുറയും. നിങ്ങൾ നേരത്തെ പഠിച്ച ചാപ്റ്ററാണ്, നേരത്തെ ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ച ചാപ്റ്ററാണ്. അപ്പോൾ സെക്കൻഡ് ഫേസിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു 100 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യണം. ഒരു 100 to 150 to 200 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്ന വരെയും ആ നെഗറ്റീവ്സ് കുറയുന്ന വരെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും ചെയ്യണം, നെഗറ്റീവ്സ് കുറയുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു ലെവലിൽ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും MCQs ചെയ്തുകൊണ്ടിരിക്കുക. ഈ MCQs ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OMR ഷീറ്റിലോ അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റിലോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ന്യൂസ് പ്രിന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തത് ലാസ്റ്റ് ഫേസിലുള്ള സമയത്താണ്. അപ്പോൾ അതുവരെ നിങ്ങൾ വേറെ പേപ്പറിലൊക്കെ ചെയ്ത് പഠിക്കാം. കാരണം നിങ്ങൾക്ക് കുറേ സ്റ്റെപ്സ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഗൈഡ് എടുക്കുക, ലൈബ്രറിത്തെ ഗൈഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഡ് ബുക്സ് കിട്ടും. ഈ കോഴിക്കോടാണ് നിങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ ഈ സ്റ്റേഡിയം ഇല്ല, നമ്മുടെ കോഴിക്കോട് CMS സ്റ്റേഡിയം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഡ് ബുക്സ് കിട്ടും. അവിടെ യൂസ്ഡ് ബുക്സിനൊക്കെ ഷോപ്പുകളുണ്ട്. അവിടെ പോയിട്ട് കുറഞ്ഞ വിലയിൽ യൂസ്ഡ് ബുക്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൈബ്രറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബുക്സ് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യാം. ഓരോ ചാപ്റ്ററിന് മിനിമം 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെക്കൻഡ് ഫേസിൽ ചെയ്തിരിക്കണം. പിന്നെ ചില കോൺസെപ്റ്റ്സ് നമുക്ക് കുറച്ചുകൂടി ടഫായിട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലിലായിരിക്കും. അപ്പോൾ അതിലാവുമ്പോൾ ഒരു 200 ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രാക്ടീസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കൂടുകയുള്ളൂ. നിങ്ങൾ ടൈം കൺസ്യൂം ചെയ്യുന്ന കുറയുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ രീതിയിൽ ഒരു 100 ക്വസ്റ്റ്യൻസ്, 150 ക്വസ്റ്റ്യൻസ്, 200 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഈ മെത്തേഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുക്കുന്ന ടൈമിൽ അതിൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ വേഗം ചെയ്തു പോകും. ടഫ് ക്വസ്റ്റ്യൻസ് എത്തുമ്പോൾ നമുക്കൊരു 5-6 മിനിറ്റ് ഒക്കെ എടുക്കും. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 10 മിനിറ്റിന് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നീറ്റിന് കിട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വേറൊരു സാറോട് പോയിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ തീർക്കാൻ, നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റ് ആണോ മനസ്സിലാവാത്തത് അതും കൂടെ ക്ലിയർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മേൽ ഇരിക്കുന്നിടത്തോളം നേരം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനോടുള്ള സമയം പോവുകയാണ് ചെയ്യണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു 5-10 മിനിറ്റ് ഇടുന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ നോക്കുക. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് കണ്ടെന്ന് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിരിക്കാം, അപ്പം അതിനുള്ള ടൈമും ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറരുത്. നിങ്ങൾ ഡിഫിക്കൽട്ടായിട്ട് എന്തെങ്കിലും കാണുന്നത് അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക, അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ല, ഡിഫിക്കൽട്ടാണെന്ന് വെച്ചിട്ട് ഫിസിക്സേ എനിക്ക് ചെയ്യാൻ പറ്റില്ല, നീറ്റേ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വരരുത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനേ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് വെച്ചാൽ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കാം, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളൊരു ബേസിലുള്ള ഒരു ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ്, അല്ലാതെ വാരി വലിച്ച് പഠിക്കുക, കുറേ ഗൈഡുകൾ ചെയ്യുക, കാണുന്ന ഗൈഡൊക്കെ ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലായിരിക്കും. ആ ബേസ് ക്ലിയർ ആക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും തെറ്റിക്കാതെ ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ക്വസ്റ്റ്യൻസിലൊന്നും നെഗറ്റീവ് വരുത്താതെ നോക്കുക. അതാണ് നമ്മൾ സെക്കൻഡ് ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ.
ഇനി നമ്മൾ പോകാൻ പോകുന്നത് തേർഡ് ഫേസിലേക്കാണ്. ഈ തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയമായി. ലാസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു ജാനുവരി ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾ എല്ലാ ക്ലാസ്സസും കഴിഞ്ഞിട്ടുണ്ടാവും. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആകുമ്പോഴേക്ക് നീറ്റ് എക്സാം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഫുള്ള് മോക്ക് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയമായിരിക്കും. ഈ സമയം റാപ്പിഡ് റിവിഷനാണ്, വെറും റിവിഷൻ മാത്രം. ഈ സമയത്താണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ NCERT വായിക്കുന്ന ഒരു പരിപാടിയില്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERT വായിക്കാം. NCERTയിലെ എല്ലാ എക്സസൈസിനും വർക്കൗട്ട് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഈ NCERT എക്സസൈസ് വർക്കൗട്ട് ചെയ്യണം എന്ന് പറയാത്തത് എന്താ വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കുറച്ച് ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ലെവലിൽ വന്ന് പിന്നെ കുറച്ച് ഹൈ ലെവൽ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ NCERTന്റെ എക്സസൈസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സുഖമായിട്ട് ഫീൽ ചെയ്യും. NCERT എക്സസൈസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3-4 ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റ് ഉണ്ടാവും, കമ്പൈൻഡ് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും എന്തായാലും ചെയ്യാൻ. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഈ മൾട്ടി കോൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യന്റെ പകുതി നിങ്ങൾ വേറെ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലേക്ക് എത്തുമ്പോൾ ടൈമിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾ NCERT വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ NCERT വായിക്കാം. NCERT വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി നിങ്ങൾ വായിച്ച സാധനങ്ങൾ എന്താണ് അതിലുള്ളത്. അപ്പൊ അതൊന്ന് റെഡിയാക്കാം. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി ഷോർട്ട് നോട്ട്സ് ചെയ്ത ചാപ്റ്റർ ഫസ്റ്റ് മുതൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മുതലേ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ചെയ്ത ചാപ്റ്റേഴ്സ് ഡെയിലി എടുത്ത് വായിക്കണം. ഈ ഷോർട്ട് നോട്ട് പറഞ്ഞാൽ മാക്സിമം ഒരു 2-3 പേജ് ഉണ്ടാകാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് രാവിലെ മറിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഈ ടൈമിങ്, നിങ്ങൾ പഠിക്കുന്ന ടൈമിംഗ് ഒന്ന് റെഡിയാക്കണം. അതിന്റെ റുട്ടീനും കൂടെ പറയാം. പിന്നെ ഈ സമയത്താണ് നിങ്ങൾ ലാസ്റ്റിലേക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 720 മാർക്കിന്റെ പേപ്പേഴ്സ് ആണല്ലോ നിങ്ങൾ ചെയ്യുക. അപ്പൊ അതിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്ത് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ എന്നാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വേറെ ചാപ്റ്റർ എന്നായിരിക്കണം. നമുക്ക് ആ ഒരു ടൈമും കൂടെ മാനേജ് ചെയ്യാണ്ട്, മീൻസ് നമ്മുടെ ബ്രെയിന് ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മുടെ ആ മെമ്മറി ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഒരു ചാപ്റ്ററിലേക്ക് നിങ്ങളുടെ മെമ്മറി പോകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ എക്സസൈസ് ചെയ്യിപ്പിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു പ്രാക്ടീസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളൊരു സംഭവം, ആ ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ വെറും റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസും മാത്രമാണ്. മോക്ക് ടെസ്റ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഏത് ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പഠിക്കണം, അല്ലെ എക്സ്ട്രാ മാർക്സ്. ഇപ്പോഴത്തെ ഒരു ഗോൾ പറഞ്ഞാൽ 700, 710, 720 ഒക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പോയിന്റ്സ്, എക്സ്ട്രാ മാർക്സ് കിട്ടാൻ കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ JEE മെയിൻസിന്റെയും JEE അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ അതൊക്കെ തേർഡ് ഫേസിലേക്ക് മാറ്റി വെക്കുക. അതിന് മുന്നേ ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടി പോവുകയാണ് ചെയ്യുക. അപ്പൊ ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം. ആ സാറുമാരെ കൂടെ ചെയ്തിട്ട് തന്നെ ആ സ്പീഡ് കൂട്ടും വേണം. ഈ തേർഡ് ഫേസ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഇക്വേഷൻസ് വൃത്തിക്ക് എഴുതി വെക്കണം, ഷോർട്ട് നോട്ട്സ് ആക്കണം, ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഒരു വീക്ക്ലി എക്സാംസ് ആവട്ടെ, മന്ത്ലി എക്സാം, ഇതൊക്കെ ഇതിനൊക്കെ പോണതിന് മുന്നേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോകണം. ഏത് എക്സാം ആണെങ്കിലും ആ എക്സാമിന് മുന്നേ കയറുന്നതിന് മുന്നേ നിങ്ങൾ ആ ഷോർട്ട് നോട്ട്സിന്റെ ബുക്ക് ഒന്ന് മറിച്ച് നോക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ഓക്കെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഫൈനലായിട്ട് പറയാനുള്ളത് റുട്ടീനാണ്. എൻ്റെ റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ 5 മണിക്ക് എണീക്കും ഞാൻ. 5:30 ആകുമ്പോഴേക്ക് നമ്മുടെ നിസ്കാരം അതൊക്കെ കഴിക്കും, ഒരു ചെറിയൊരു കോഫി അല്ലെങ്കിൽ അങ്ങനെ കുടിക്കും. പിന്നെ 5:30 കഴിഞ്ഞ് 6 മണി ആകുമ്പോഴേക്ക് ഞാൻ എന്ത്, ആ ഒരു കുടിച്ച കോഫി ഉണ്ടല്ലോ, ആ കോഫിയും ഒരു ബിസ്ക്കറ്റ് ഒക്കെ പിടിച്ചിട്ട് സ്റ്റഡി ഹാളിലേക്ക് പോകുന്ന ഒരു പരിപാടി എനിക്ക് ഉണ്ടായിരുന്നത്. ഈ 5:30 to 6 എന്ന് പറഞ്ഞാൽ എൻ്റെ റാപ്പിഡ് റിവിഷൻ ടൈമാണ്. 5:30 to 6 എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കാലം എനിക്ക് ടഫായിട്ട് തോന്നിയ എല്ലാ ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സിന്റെ ഇക്വേഷൻസ് വെറുതെ എഴുതി ഷോർട്ട് നോട്ട്സ് ഉണ്ടാവല്ലോ. അപ്പൊ ഈ ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ, ഈ ഷോർട്ട് നോട്ട് എന്ത് ചെയ്യും നോക്കിയിട്ട് വേറൊരു A4 ഷീറ്റിലേക്കോ അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റിലേക്കോ ഇങ്ങനെ എഴുതി പഠിക്കും. A4 ഷീറ്റ് അല്ല, ന്യൂസ് പ്രിന്റിന് മതി. ന്യൂസ് പ്രിന്റിലേക്ക് ഇങ്ങനെ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ എഴുതി പഠിക്കുക. അപ്പോൾ എഴുതി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിലേക്ക് അതിങ്ങനെ കയറും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റിവിഷൻ ടൈം കഴിഞ്ഞാൽ 6 to 8 എന്നുള്ള സമയം എന്ത് ചെയ്യുക, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഗൈഡ്, നമ്മളിലുള്ള കുറേ ഗൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെറ്റീരിയൽസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ പഠിച്ച ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല ഓർമ്മയുണ്ടാവും, ഇക്വേഷൻസ് ഒക്കെ നല്ല ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ തുടങ്ങും. രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് നിങ്ങൾ ഫിസിക്സ് സോൾവ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് രാവിലെ ആക്കാൻ പറയാൻ കാരണം, രാവിലെ നമുക്ക് ഇപ്പോൾ ഉറക്കം വരുന്ന സമയമായിരിക്കും. അപ്പം നമ്മുടെ ബ്രെയിൻ ഒന്ന് കുറച്ചും കൂടി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കുറച്ചും നേരം നമുക്ക് ഇങ്ങനെ ഉറക്കം വരാതിരിക്കും. പക്ഷെ അത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എക്സോസ്റ്റഡ് ആയിരിക്കും, കാരണം അത്രയും എനർജി നമ്മൾ ആലോചിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. ഞാൻ സത്യമുള്ള പറയാനുള്ള നല്ല വ്യത്യാസം കാണാൻ പറ്റും. ആ ഒരു 65 എനിക്ക് 170 എത്തിക്കാൻ ഞാനിങ്ങനെ വിചാരിച്ചത് എങ്ങനെ ഫിസിക്സിലൊക്കെ ആൾക്കാർ ഇത്ര സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിൽ. പക്ഷെ 65 170 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്തതിന്റെ ഡിഫറൻസ് ആണ് എനിക്ക് എന്റെ മാർക്കിലും കാണാൻ പറ്റിയത്.
ഇനിയൊരു പ്രോ ടിപ്പ് പറഞ്ഞിട്ടെ. ഇപ്പം ഈ വീഡിയോ കാണുന്ന റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റേഴ്സ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രോ ടിപ്പ് എന്താ വെച്ചാൽ, നിങ്ങളൊരു ക്ലാസ് കേൾക്കാൻ പോവാണ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ആ ചാപ്റ്റർ ഒന്ന് തലേന്ന് വെറുതെ ഇരുന്ന് വായിക്കുക. അതിൽ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു ഉപകാരം എന്താ വെച്ചാൽ പിറ്റേന്ന് ആ ക്ലാസ് നിങ്ങളുടെ സർ എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് ഫസ്റ്റ് റിവിഷൻ ആയിരിക്കും. അതൊരു റിവിഷനായിട്ട് മാറുകയാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ലോണം കൂടാൻ ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളത് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ കേൾക്കാൻ പോകുന്ന ക്ലാസ് അത് തലേന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് നിങ്ങൾ ആ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരും. നിങ്ങൾ എന്താണോ പഠിക്കാത്തത്, നിങ്ങൾ എന്താണോ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്നുള്ളതും കൂടെ മനസ്സിലാവും. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ക്ലാസ്സിൽ പോയിരുന്ന് പുതിയതായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കുറച്ച് പഠിച്ചിട്ട് പോവുക. ഫസ്റ്റ് പഠിച്ചു പോകാനാൽ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കെങ്കിലും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോയിരിക്കുന്ന ടൈമിൽ നമുക്ക് പഠിപ്പിച്ച് തരുമ്പോൾ നമുക്ക് അത് റിവിഷനും കൂടെ ആവും. കൂടെ നമുക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, നമ്മുടെ മിസ്റ്റേക്സ് എന്താണെന്നും കൂടെ മനസ്സിലാവും. അതൊരു പ്രോ ടിപ്പാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും കമന്റ് ബോക്സിന് അടിയിൽ വന്നിട്ട് ഫിസിക്സിന് മാർക്കില്ല, ഫിസിക്സ് എങ്ങനെ പഠിക്കാം, ഫിസിക്സിന്റെ നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ തന്നെ ചെയ്യാന്ന് വിചാരിച്ചാണ്. നിങ്ങൾ കമന്റ് റിപ്ലൈ തരുന്നേക്കാളും നല്ലതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു നീറ്റ് ടോക്ക് സീരീസിൽ നമ്മൾ ഷോർട്ട് നോട്ട്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം റിവിഷനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ 3 ഫേസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് വ്യത്യാസം എന്നുള്ളത്. ഈ ബേസിക് മാത്തമാറ്റിക്സ് മാത്രം നമുക്ക് മതി. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം സ്വന്തമൊക്കെ ഇരുന്ന് പഠിച്ചു. കുറച്ച് സാർമാരും എൻ്റെ ഫ്രണ്ട്സും, മാത്സ് ഓൾറെഡി എടുത്ത ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരോടും ഡൗട്ട് ചോദിച്ചിട്ട് തന്നെ പഠിച്ചത്. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 മാത്സ് എടുത്തിട്ടില്ലെങ്കിൽ പോലും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ന്യൂസ് പ്രിന്റും പെന്നുമാണ്. കുറച്ച് പെന്നൊക്കെ കെട്ട് വാങ്ങി വെച്ചോ, ന്യൂസ് പ്രിന്റ്സും എടുത്തു. അതിലിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. നിങ്ങൾക്ക് ഫിസിക്സ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അതിനോട് റിവെഞ്ച് എടുക്കുക. ഒരു ചലഞ്ച് പോലെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യുക, അതിന് അങ്ങ് പ്രാക്ടീസ് ചെയ്ത് അങ്ങ് ഇല്ലാതാക്കുക. അത് നമുക്ക് എപ്പോഴും മാർക്ക് വേണം എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ മാറാം. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നത് അതിനെ നിങ്ങൾ തിരിച്ച് ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. സോ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, അവർ ചിലപ്പോൾ +2 മാത്സ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ മാത്സ് എടുക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിച്ചെടുക്കാൻ ടൈം എടുക്കും. ഫിസിക്സ് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് ആ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കും. പക്ഷെ അത് ഗ്രാജുവലി നമ്മൾ പ്രാക്ടീസ് കൂടുന്നതിനനുസരിച്ച് തന്നെ ആ ഒരു മാർക്ക് എന്തായാലും ഇമ്പ്രൂവ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാത്സ് എടുത്തിട്ടില്ല ഇനി എന്താ ചെയ്യാന്നൊന്നും വിചാരിക്കേണ്ട. മാത്സ് എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഫിസിക്സ് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, എക്സ്ട്രാ പ്രാക്ടീസ്, അല്ലെങ്കിൽ ഒരു ഡബിൾ എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഓൾറെഡി നമുക്ക് ആ സബ്ജക്ട് എടുക്കാൻ പറ്റില്ലെങ്കിലും നല്ല സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ നീറ്റ് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സിന് എവിടെയെങ്കിലും നമുക്ക് MPSലൊന്നും ആവശ്യം വരുന്നില്ല. അത് അതോടെ തീർന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് ആ സ്കിൽസ് പോലുമില്ല. ഇപ്പൊ ആരെങ്കിലും എന്നോട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ആ സ്കില്ല് ഇപ്പൊ എനിക്കില്ല. ആ ഒരു ടൈമിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സ്കിൽസ് ഉണ്ടാക്കിയെടുത്തതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിൽ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു സ്കില്ല് ഉണ്ടാക്കിയെടുത്തതാണ്. ആ സ്കില്ല് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ആ സ്കില്ല് നമുക്ക് ഉണ്ടാവില്ല. മിനിമം 6 months എങ്കിലും എടുത്തിട്ട് വേണം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഉള്ളൊരു നല്ല ടൈമാണ്. ഇപ്പം ഇനി അങ്ങോട്ട് നീറ്റ് എക്സാമിനേക്ക് നമുക്ക് കുറേ സമയമുണ്ട്. ഒക്ടോബർ തന്നെ കൂട്ടാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഒരു 7 മാസം നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഈ 7 monthsനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ആ ഒരു സ്കില്ല് നിങ്ങൾ എന്തായാലും ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എപ്പോഴും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, ആ ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ അത് നിങ്ങൾ സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ എപ്പോൾ പഠിക്കാനിരുന്നാലും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയാലും ബ്രേക്ക് എടുത്താലും കുളിക്കാൻ പോയാലും ഒക്കെ നമുക്ക് ആ ഇക്വേഷൻസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. ഈവൻ നമ്മൾ ഉറങ്ങുമ്പോൾ വരെ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സിറ്റുവേഷൻ വരും. ഈ നീറ്റ് കഴിയുന്ന വരെ നിങ്ങൾക്ക് അതിനോട് കാര്യമുള്ളൂ. പക്ഷെ ആ നീറ്റ് എക്സാമിന് പോകുന്ന വരെ നിങ്ങൾക്ക് ഇത്രക്കും നിങ്ങളുടെ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കണം. മീൻസ് നമ്മളെപ്പോഴും ഒരു സീരീസോ ഫിലിമോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഉണ്ടാവില്ല, ഒരു ഹാങ് ഓവർ പോലെ. അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻസിന് ഒരു ഹാങ് ഓവർ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫിസിക്സ് ചെയ്യുന്ന ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഒരു ടെൻഷനും ഇല്ലാതെ വേഗം നമുക്ക് സോൾവ് ചെയ്ത് OMR ഷീറ്റിൽ ബബിൾ ചെയ്യാൻ പറ്റും.
വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ എല്ലാ ഷോർട്ട് നോട്ട്സിനും ലിങ്ക് ഇടാം, ഞാൻ എഴുതിയ ഷോർട്ട് നോട്ട്സിനും എല്ലാത്തിനും ലിങ്ക് ഇടാം. പിന്നെ അതിൽ നമ്മൾ MBBSനായിട്ട് അപ്ഡേറ്റ്സും കൊടുക്കുന്നുണ്ട്, നീറ്റ് ലൈഫിന് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതാ ഈസി എന്ന് വെച്ചാൽ അതിൽ ഫോളോ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾറെഡി ബയോളജി കാണാത്തവരാണെങ്കിൽ ബയോളജി പോയിട്ട് കാണാം. പിന്നെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാരാണെങ്കിൽ അടിയിൽ ഫിസിക്സ് ഒരു ഇത് വെച്ചിട്ട് കമന്റ് ചെയ്തോ കേട്ടോ, ഫിസിക്സ് തമ്പ് എന്നുള്ളത് കമന്റ് ചെയ്തോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും നീറ്റ് ടോക്ക് സീരീസ് നമ്മൾ കെമിസ്ട്രിയും കൂടി ചെയ്യും, പിന്നെ കുറെ പ്രോ ടിപ്സും പറഞ്ഞുതരാം, എൻ്റെ ഫ്രണ്ട്സിന്റെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ പോലെ എടുക്കാം. സോ ബൈ.